വെബ്സൈറ്റ് മൊബൈൽ ഫോണിൽ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യാനും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാനും SEO ഫ്രണ്ട്ലി ആയിട്ട് റൺ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റുകളിൽ മൊബൈൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. ഇന്ന് ഗൂഗിള് മൊബൈൽ ഫസ്റ്റ് ഇൻഡെക്സിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ മൊബൈൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ കാര്യമാണ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസൈൻ യൂസ് ചെയ്യാന്നുള്ളത്. നമ്മളുടെ വെബ്സൈറ്റ് ഒരാള് മൊബൈൽ ഫോണിലോ സിസ്റ്റത്തിലോ ടാബ്ലറ്റിലോ ഏതിൽ ഓപ്പൺ ചെയ്താലും അതിന്റെ സ്ക്രീനിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവണം. അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്ത് വരണം. ഒരുപാട് സമയം ലോഡിങ് കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അതൊന്ന് ലെഫ്റ്റ് ആയിട്ട് പോകും. സോ പെട്ടെന്ന് ലോഡ് ചെയ്ത് വരുന്ന വെബ്സൈറ്റുകളിലായിരിക്കും ആളുകൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവുക, കയറി നോക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ റീഡബിൾ ആയിട്ടുള്ള ഫോണ്ടുകളായിരിക്കണം നമ്മൾ അതിൽ ആഡ് ചെയ്യേണ്ടത്. ഒത്തിരി വായിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വലിയതായിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, വെബ്സൈറ്റിൽ ഫോണ്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെബ്സൈറ്റിൽ ബട്ടണുകൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിനനുസരിച്ചിട്ട് കുറച്ച് വലിയ ബട്ടണുകൾ, അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്ന ബട്ടൺസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നേവിഗേഷൻ സിമ്പിൾ നേവിഗേഷൻസ് ആയിരിക്കാം. ഒരുപാട് ദൂരം ഇങ്ങനെ കറങ്ങിയിട്ടാണ് വരുന്നെങ്കിൽ കസ്റ്റമേഴ്സിന് അത്ര തന്നെ ഒരു പേഷ്യൻസ് ലെവൽസ് ഉണ്ടായിരിക്കില്ല. സോ അവർ ലെഫ്റ്റ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ നേവിഗേഷൻസ് എല്ലാം കുറച്ചുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന ഇമേജുകൾ, ഹെവി ഇമേജുകൾ വെബ്സൈറ്റിൽ എപ്പോഴും യൂസ് ചെയ്യാതിരിക്കാം. അങ്ങനെ ഹെവി ലോഡ് വരുന്ന വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കംപ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ വെബ് ഫോർമാറ്റുകളിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പോപ്പപ്പുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. ഫോൺ സ്ക്രീനിൽ വരുന്ന പോപ്പപ്പുകൾ എപ്പോഴും യൂസറെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ്. സോ പോപ്പപ്പുകൾ വരുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. യൂസ് ചെയ്യുന്ന വെബ്സൈറ്റിലെ ലേഔട്ടുകൾ എപ്പോഴും ഷോർട്ട് ആയിട്ടും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടും ഇരിക്കാനായിട്ട് നോക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ യൂസേഴ്സിന് കണ്ടന്റുകൾ പെട്ടെന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ഓപ്ഷൻസുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വെബ്സൈറ്റിലെ കോർ വെബ് വൈറ്റൽസ് ശ്രദ്ധിക്കുക എന്നുള്ളത്. സോ പേജ് സ്പീഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ കോർ വെബ് വൈറ്റൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ വെബ്സൈറ്റിനെ നിങ്ങൾക്ക് മൊബൈൽ ഫ്രണ്ട്ലി ആക്കാനായിട്ട് പറ്റും.